ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഞാനിന്ന് സംസാരിക്കുന്നത് ബൈബിളിലെ ഹല്ലേലൂയ ആഭരണത്തെക്കുറിച്ചാണ്. ബൈബിളിൽ ഹല്ലേലൂയ ആഭരണം ഹല്ലേലൂയ ധരിക്കാൻ പാടില്ല എന്നും ധരിക്കണമെന്നും ഹല്ലേലൂയ പല അഭിപ്രായങ്ങൾ ഹല്ലേലൂയ ബൈബിൾ പഠിക്കുന്നവർ ബൈബിൾ പ്രസംഗിക്കുന്നവർ പറയാറുണ്ട്. ഓരോ ചർച്ചിൻ്റെ ഹല്ലേലൂയ അടിസ്ഥാനപ്പെട്ടാണ് അത്. ചില ആഭരണങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില ചർച്ചുകൾ ഹല്ലേലൂയ അവർ ആഭരണം ധരിക്കുന്നതിനെ വിലക്കുകയും ആഭരണം ധരിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ പ്രത്യേകതരം സഭ ലോകത്തുണ്ട്. ഹല്ലേലൂയ ആഭരണം ധരിക്കുന്നത് തെറ്റല്ല എന്ന് ഹല്ലേലൂയ പഠിപ്പിക്കുന്ന ചില സഭകളും ഹല്ലേലൂയ ലോകത്തുണ്ട്. അപ്പോൾ പലരുടെ ഇടയിൽ ഹല്ലേലൂയ ഈ വിഷയങ്ങൾ തർക്ക വിഷയവുമാണ്. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് ഹല്ലേലൂയ ഇത് ആഴത്തിൽ പഠിക്കാനുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമ കാര്യങ്ങളെ നമ്മളെ ബാധിക്കുന്നതല്ല. പുതിയ നിയമത്തിൽ ഹല്ലേലൂയ ആഭരണത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ പലർക്കും അറിയാം. ഹല്ലേലൂയ എന്താണ് പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥകളെന്നൊക്കെ. ഹല്ലേലൂയ ഈ ആഭരണം ഹല്ലേലൂയ വേണ്ട എന്ന് പുതിയ നിയമ ഭാഗത്ത് ശക്തമായി ബൈബിൾ പറയുന്ന രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് തീമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യവും. ഹല്ലേലൂയ അടുത്ത ആഭരണം ധരിക്കണ്ട എന്ന് പറയുന്നത് പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം. ഇതാണ് ഞാൻ പുതിയ നിയമഭാഗം ബൈബിൾ പഠിക്കുകയും കാര്യങ്ങൾ ഹല്ലേലൂയ പഠിച്ചപ്പോൾ ഏറ്റവും ആഭരണം ധരിക്കണ്ട എന്ന് ആൾക്കാർ പഠിപ്പിക്കുന്ന ഈ രണ്ട് വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഹല്ലേലൂയ ആ ബൈബിൾ വേദഭാഗം ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ ഷെയർ ചെയ്യാം. ഇത് മറ്റാരും പ്രസംഗിച്ച് ഹല്ലേലൂയ ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ഹല്ലേലൂയ ഇത് ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ ഹല്ലേലൂയ തീമോഥെയോസിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ ഹല്ലേലൂയ പത്രോസിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ ഹല്ലേലൂയ എനിക്ക് മനസ്സിലായതാണ്. കാരണം ഹല്ലേലൂയ ഞാൻ ലേഖനങ്ങൾ ഹല്ലേലൂയ പഠിക്കുന്ന ഹല്ലേലൂയ ഒരു വ്യക്തിയാണ്. എനിക്ക് പഠിക്കാൻ ഹല്ലേലൂയ ലേഖനങ്ങൾ പഠിക്കാൻ ഇഷ്ടവുമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ റോമർക്ക് എഴുതിയ ലേഖനവും ഗലാത്യ ലേഖനവും ഒക്കെ ഹല്ലേലൂയ പഠിക്കാൻ ദൈവകൃപയാൽ സഹായിച്ചു. അത് ഇനിയും പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ പൗലൂസിൻ്റെ ലേഖനം ഹല്ലേലൂയ 14 പൗലൂസ് എഴുതിയ 13 ലേഖനങ്ങൾ പേര് പറയാതെ ഒരു ലേഖനം അങ്ങനെ 14 ലേഖനങ്ങളും ഹല്ലേലൂയ ദൈവകൃപയാൽ പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ റോമാലേഖനമൊക്കെ ഹല്ലേലൂയ ഒരു 50 പ്രാവശ്യമെങ്കിലും വായിച്ച് പഠിക്കുവാൻ ദൈവം അവസരം തന്നു. അതേപോലെ ഗലാത്യ ലേഖനമൊക്കെ 50ഉം 60ഉം പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ ദൈവം ഒരു കൃപ തന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഹല്ലേലൂയ ഒരു ലേഖനം പഠിച്ചിട്ടല്ല, സകല ലേഖനങ്ങളും പത്രോസിൻ്റെ ലേഖനങ്ങളും പൗലൂസിൻ്റെ ലേഖനങ്ങളും യൂദയുടെ ലേഖനവും ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ എഴുതപ്പെട്ടിരിക്കുന്ന സകല ലേഖനങ്ങളെയും പഠിച്ച ഒരാളെന്ന നിലയിൽ ആണ് ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു ലേഖനം പഠിച്ചിട്ട് അതിൽ നിന്നിട്ട് ബൈബിളിനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. നമ്മൾ എല്ലാ ലേഖനങ്ങളും സുവിശേഷവും ഹല്ലേലൂയ വെളിപാട് പുസ്തകവും അപ്പോസ്തല പ്രവൃത്തി ഇത് എല്ലാം ഒന്ന് പഠിക്കുകയും ഹല്ലേലൂയ സമയമെടുത്ത് പഠിച്ചാലേ ബൈബിളിനെ യഥാർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പഠിച്ചിട്ട് നമ്മൾ ബൈബിളിനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഭാഗം മാത്രം നമുക്ക് അറിവുണ്ടായിരിക്കും, മറ്റുള്ള ഭാഗങ്ങളിൽ നമുക്ക് അജ്ഞതയായിരിക്കും. അവിടെ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരാളെ ബൈബിൾ സഭയിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ നിയമം മൊത്തത്തിൽ പഠിച്ചിട്ട് ഹല്ലേലൂയ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങൾ പറയുന്ന കാര്യത്തോട്. അപ്പോൾ ഇന്ന് ഹല്ലേലൂയ എൻ്റെ വിഷയത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. ഹല്ലേലൂയ അതായത് തീമോഥെയോസ് എഴുതിയ ലേഖനം. ഹല്ലേലൂയ തീമോഥെയോസിന് പൗലൂസ് എഴുതിയ ലേഖനം. അവിടെ ഹല്ലേലൂയ 2-ാം അധ്യായം 9-ാം വാക്യം ഹല്ലേലൂയ പറയുന്നത്
ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് ഒരു കാര്യത്തിൽ ക്ഷമിക്കണം. ഞാനിപ്പോൾ ബൈബിൾ നോക്കാതെയാണ് പറയുന്നത്. നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ പഠിച്ച ഹല്ലേലൂയ അറിവിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. തീമോഥെയോസിൻ്റെ ലേഖനമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ നിങ്ങളോട് പറയുമ്പോൾ ആ വാക്യങ്ങളെ നോക്കിയിട്ടല്ല പറയുന്നത്. ഞാൻ പഠിച്ചത് ഹല്ലേലൂയ എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഓർമ്മ തരുന്നതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് വാക്യം പറയുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കുക. അപ്പോൾ തീമോഥെയോസിൻ്റെ ഒരു ലേഖനം ഹല്ലേലൂയ ഈ ആഭരണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ അതിൻ്റെ ഹല്ലേലൂയ മുന്നോടിയായിട്ട് പൗലൂസ് ആദ്യം പറയുന്ന ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ച് നോക്കണം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: പുരുഷന്മാർ എല്ലായിടത്തും ഹല്ലേലൂയ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓ റബ ശന്തലവ റിബാബാബ ശന്തലവ. തീമോഥെയോസിന് പൗലൂസ് എഴുതിയോ പറയുന്നത് കണ്ടോ, പുരുഷന്മാർ എല്ലായിടത്തും ഹല്ലേലൂയ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്തുനിന്ന് ഒരു ചെറിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ പൗലൂസ് പറയുകയാണ്, പുരുഷന്മാർ എല്ലായിടത്തും വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് പൗലൂസിൻ്റെ പറഞ്ഞത്? എല്ലായിടത്തും വിശുദ്ധ കൈകളെ ഉയർത്തണം, പ്രാർത്ഥിക്കണം. എന്നിട്ട് പൗലൂസ് പറയുന്നത് ഞാൻ എന്ന് ആഗ്രഹിക്കുന്നു. അവിടെ പറയുന്നത് പൗലൂസിൻ്റെ ആഗ്രഹമാണ്, ഇത് കൽപ്പനയല്ല. മനസ്സിലാക്കണം, ഇത് പൗലൂസ് കൽപ്പിക്കുകയല്ല. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയാൻ പറഞ്ഞിട്ട് ഇത് കൽപ്പിക്കുന്നതല്ല. പൗലൂസിൻ്റെ ആഗ്രഹമാണ്. എന്താണ്? എല്ലായിടത്തും വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത് പൗലൂസിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ അവിടെ അത് നിൽക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം. യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് എല്ലായിടത്തും വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാനല്ല. ഹല്ലേലൂയ. യേശു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞു. മനസ്സിലാവൂ? എന്താണ് രോഗികൾക്ക് വേണ്ടി യേശു പറഞ്ഞത്? ഹല്ലേലൂയ. മാർക്കോസ് എഴുതിയ സുവിശേഷം ഹല്ലേലൂയ 16-ാം അധ്യായം 17-ാം വാക്യം വായിച്ചാൽ ഇങ്ങനെ പറയുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അപ്പോൾ അവിടെ കൈവച്ചാലാണ് സൗഖ്യം വരുന്നത്. പലർക്കും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ കൺഫ്യൂഷനുണ്ട്. ഞാനൊരു കാര്യം പറയാം, യഥാർത്ഥ രോഗസൗഖ്യം നടക്കണമെങ്കിൽ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അത് കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പൗലൂസ് പറഞ്ഞാണ്ടോ, പൗലൂസ് ഇത് കൽപ്പനയായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഹല്ലേലൂയ യേശു പറഞ്ഞത് എല്ലായിടത്തും വിശുദ്ധ കൈകളെ ഉയർത്തി പൗലൂസ് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ യേശു പറഞ്ഞത് രോഗികളുടെ മേൽ കൈവയ്ക്കാൻ പറഞ്ഞു. ചെറിയൊരു പ്രശ്നം വരുമായിരുന്നു. ഇത് പ്രശ്നമൊന്നും വരത്തില്ല. കാര്യം ഇത് പൗലൂസിൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പം അതുപോലെ അതിൻ്റെ താഴോട്ട് വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഹല്ലേലൂയ. എന്താണ് മനസ്സിലാകുന്നത്? ഔവണ്ണം തന്നെ സ്ത്രീകളും ഹല്ലേലൂയ എവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സുബോധത്തോടും ലജ്ജയോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. ഹല്ലേലൂയ. എന്താണ്? സുബോധത്തോടും ലജ്ജയോടും കൂടി തങ്ങളെ തന്നെ അലങ്കരിക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് POC ബൈബിളിൽ അവിടെ പറയുന്നു, ഇത് എൻ്റെ ഉപദേശമാകുന്നു. അടുത്ത വാക്ക് എന്താണ്? ഇത് എൻ്റെ ഉപദേശമാകുന്നു. PSC ബൈബിളിൽ മാത്രമേ നിങ്ങൾക്ക് ആ വാക്ക് കാണാൻ കഴിയുള്ളൂ. ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ ആ വാക്കില്ല. PSC ബൈബിളിൽ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു. പൗലൂസ് മേളിൽ പറഞ്ഞു വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പൗലൂസ്, അതെൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ പൗലൂസ്, ഇത് ആഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഇത് എൻ്റെ ഉപദേശം. ഇത് ദൈവ കൽപ്പനയല്ല പൗലൂസ് പറയുന്നത്. പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞല്ല പറയുന്നത്. ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞില്ല, എൻ്റെ ഉപദേശമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ലേഖനത്തിലെ കാര്യമാണ് എൻ്റെ ഉപദേശം എന്ന് പറഞ്ഞിട്ട് PSC ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇതെൻ്റെ ഉപദേശമാണ്. എന്താണ്? പൗലൂസ് ഇങ്ങനെ പറഞ്ഞു. പിന്നെ പറയുന്നതാണ്, നിങ്ങളുടെ അലങ്കാരം പിന്നിയ തലമുടിയോ വില കൂടിയ രത്നങ്ങളോ ഹല്ലേലൂയ പൊന്നോ വെള്ളിയോ അല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സൽപ്രവർത്തികളാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ അലങ്കരിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അകത്തെ മനുഷ്യനെ അലങ്കരിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ മെയിൻ വിഷയം. പൗലൂസ് പറഞ്ഞു, ഇങ്ങനെ പുറമേ ഉള്ളതല്ല. എങ്ങനെ? ഹല്ലേലൂയ. ഇങ്ങനെ പുറമേ ഉള്ളതല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സൽപ്രവർത്തികളാൽ അലങ്കരിക്കണം. ഇത് എന്നിട്ട് പൗലൂസ് പറഞ്ഞുകൊണ്ടോ, അത് പറയുന്നതിന് മുമ്പ് POC ബൈബിളിൽ പറഞ്ഞിരിക്കുക, ഇത് എൻ്റെ ഉപദേശം.
പൗലോസ് പറഞ്ഞതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് പറയാം, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി, വിശ്വസിച്ച ഒരു വ്യക്തി സ്വയമേ എനിക്ക് ലോകത്തിൽ അലങ്കരിക്കണ്ട എന്ന് പറഞ്ഞ്, എനിക്ക് വെള്ളിയോ പൊന്നോ അലങ്കാരമോ ഒന്നും വേണ്ട എന്ന് സ്വയമേ ഒരാൾ യേശുവിൽ വിശ്വസിച്ചു, രക്ഷകനായി സ്വീകരിച്ചു. സ്വയമേ അയാൾക്ക് തോന്നുകയാണ്, ആ വ്യക്തിക്ക് തോന്നുകയാണ് എനിക്കിതൊന്നും വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ആ വ്യക്തിക്ക് മാറ്റാം. ആ വ്യക്തി ആ അലങ്കാരമോ സ്വർണമോ ഒന്നും ഉപയോഗിക്കേണ്ട, മാറ്റാം. അല്ലാതെ പൗലൂസ് പറഞ്ഞത് ഇത് കൽപ്പനയാണ്, ഒറ്റ മനുഷ്യർ തൊട്ടുപോകരുതെന്നല്ല. ഇത് ദൈവം പറഞ്ഞിരിക്കുകയാണെന്നല്ല പറഞ്ഞു, ഇതെൻ്റെ ഉപദേശമാണ്, ഇത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന ഒരു അഭിപ്രായമാണ് പൗലൂസോടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്തെന്നറിയാമോ? ചില സംഘടനകൾ ഇതിനെ എന്ത് ചെയ്യുന്നു? കൽപ്പനയാക്കി ഉപദേശമാക്കി. സ്നാനം എടുക്കണമെങ്കിൽ ഇന്നത് പാടില്ലെന്ന് കൽപ്പനയാക്കി. അങ്ങനെ ആക്കാൻ പാടില്ലെന്നാണ് പൗലൂസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലൂസ് പറഞ്ഞ ഇതെൻ്റെ ഉപദേശമാണ്. ഞാൻ പറഞ്ഞില്ലേ, പൗലൂസിൻ്റെ ഉപദേശമെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഉപദേശം ഇതാണോ എന്നും നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ പൗലൂസ് പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മളെല്ലാവരും അത് നിർബന്ധമായി, അത് കൽപ്പനയാണ്. എന്താണ്? സൽപ്രവർത്തികളാൽ അലങ്കരിക്കണം. ഞാനും നിങ്ങളും സൽപ്രവർത്തികളെ കൊണ്ട് അലങ്കരിക്കണം. അത് കൽപ്പനയാണ്. പക്ഷേ കളർ വസ്ത്രമോ വില കൂടിയ വസ്ത്രമോ പൊന്നോ വെള്ളിയോ എന്ന് പറയുന്നത്, അലങ്കരിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് കൽപ്പനയല്ല, അത് ഉപദേശമാണ്. അത് പൗലൂസിൻ്റെ ഉപദേശമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിക്ക് മനസ്സോടെ എനിക്ക് കർത്താവിനെ സ്വീകരിച്ച ഞാൻ മനസ്സോടെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നെങ്കിൽ അത് പൗലൂസ് പറഞ്ഞത് അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, മനസ്സോടെ എനിക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഒരു വ്യക്തികളും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരെയും സ്നാനം എടുക്കണമെങ്കിൽ ഇന്നത് ഉപേക്ഷിച്ചേ പറ്റുമെന്ന് കൽപ്പിച്ച് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പുതിയ നിയമത്തിലെ ഈ ഭാഗം എല്ലാവരും പ്രസംഗിക്കുന്ന ഈ ഭാഗം, നിങ്ങൾ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ പഠിച്ചിട്ട് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എല്ലാ പുരുഷന്മാരെല്ലാം ഇടത്തും വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആഗ്രഹമെന്ന് ബൈബിൾ സൊസൈറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യം POC ബൈബിളിലേ ഉള്ളൂ. നിങ്ങൾ POC ബൈബിളിൽ നോക്കണം. മറ്റ് ട്രാൻസ്ലേഷൻ ഞാൻ നോക്കിയിട്ടില്ല, അതിലും കൂടെ നോക്കണം അങ്ങനെ ഉണ്ടോ എന്ന്. എന്താണ് ഇത്? എൻ്റെ ഉപദേശമെന്നാണ് പൗലൂസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ ഇതറിയാതെ നിർബന്ധിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ദൈവത്തെ വിശ്വസിക്കുന്നവർ ഒരുങ്ങാൻ പാടില്ല, ആഭരണം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. നിർബന്ധിക്കുമ്പോൾ വചനം ക്ലിയറായി പഠിക്കണം. പത്രോസിൻ്റെ ലേഖനം കൂടെ പറയാനുണ്ട്. അത് ഇന്നത്തെ ദിവസം അത് പറയാൻ പറ്റത്തില്ല. ഞാൻ അടുത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ആ വാക്യം കൂടെ ചെയ്യാം. അതിനകത്ത് ഞാൻ പരിശുദ്ധാത്മാവിനാൽ സ്തോത്രം എനിക്ക് മനസ്സിലായി ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അലങ്കാരത്തെക്കുറിച്ച് പൗലൂസിൻ്റെ അഭിപ്രായം ഇതാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചതാണ് യഥാർത്ഥ സത്യമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായാണ് പൗലൂസ് പരിശുദ്ധാത്മാവിനാൽ പൗലൂസ് ചില കാര്യങ്ങൾ ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പൗലൂസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, എൻ്റെ ഉപദേശം പറയുന്നു, ഇത് ദൈവത്തിൻ്റെ ഉപദേശമാണെന്ന് പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൗലൂസ് ലേഖനം എഴുതിയപ്പോൾ പൗലൂസിൻ്റെ ആഗ്രഹം എഴുതിയിട്ടുണ്ട്, പൗലൂസിൻ്റെ ഇഷ്ടം എഴുതിയിട്ടുണ്ട്, പൗലൂസിൻ്റെ ഉപദേശം എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ ഉപദേശം എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഉപദേശവും പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശവും നമ്മൾ മുറുകെ പിടിച്ചേ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് പിറകോട്ട് പോകാൻ ആർക്കും അനുവാദമില്ല. കാരണം അത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. പക്ഷേ പൗലൂസ് പറഞ്ഞ ചില ഉപദേശങ്ങളെ, പൗലൂസിൻ്റെ ഇഷ്ടങ്ങളെ നമ്മൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. യേശു എന്താണ് അലങ്കാരത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യേശു പറഞ്ഞത് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? നിങ്ങൾ വസ്ത്രത്തെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്?
വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. ഹല്ലേലൂയ. അവ അധ്വാനിക്കുന്നില്ല, നോൽക്കുന്നില്ല. ഹല്ലേലൂയ. എങ്കിലും ശലോമോൻ പോലും തൻ്റെ സർവ്വ മഹത്വത്തിൽ ഇവയിലൊന്നിനോളം അണിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. ഒരുങ്ങിയിരുന്നില്ല. ഹല്ലേലൂയ. ശലോമോൻ പോലും തൻ്റെ സർവ്വ മഹത്വത്തിൽ ദൈവം സൃഷ്ടിച്ച ഒരു താമരയെപ്പോലെ സൗന്ദര്യത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല, അലങ്കരിക്കാൻ കഴിഞ്ഞില്ലെന്ന് യേശു പറഞ്ഞ കണ്ടോ. ഹല്ലേലൂയ. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമെന്ന് വയലിലെ പുല്ലിനെ ഇങ്ങനെ ദൈവം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്ര അധികം അലങ്കരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറഞ്ഞത് നമ്മളെ ഈ വയലിലെ താമര തന്നെ. ഹല്ലേലൂയ. നമ്മൾ ഒരു താമര വിരിഞ്ഞിരിക്കുന്നത് ഒരിക്കൽ നോക്കിയാൽ നമുക്ക് കണ്ടെടുക്കാൻ പറ്റത്തില്ല. അത്രയും മനോഹരമായിട്ട് അത് വിരിഞ്ഞിരിക്കുന്നു. അത്രയും ഭംഗിയും അത്രയും സൗന്ദര്യവുമായി അതിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം പറയുന്നത് കണ്ടോ, നിങ്ങളെ അതുപോലെ അലങ്കരിക്കുമെന്ന്.